ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എസ് ഫോർ സാഗേത്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ SPCയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന എൻട്രൻസ് എക്സാമിലെ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസറുകളുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിനു മുമ്പേ നടന്ന എൻട്രൻസ് എക്സാമിലെ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസറുകളും നമ്മൾ ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ അത് തീർച്ചയായും ഉപയോഗപ്പെടുത്തുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കാം. ലോക പരിസ്ഥിതി ദിനം എന്നാണ്? സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഉത്തരം ഓപ്ഷൻ ഡി, ജൂൺ 5. രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഹെപ്പറ്റൈറ്റിസ് രോഗം ബാധിക്കുന്ന മനുഷ്യ ശരീരഭാഗം ഏതാണ്? ഓപ്ഷൻ എ വൃക്ക, ഓപ്ഷൻ ബി കരൾ, ഓപ്ഷൻ സി ശ്വാസകോശം, ഓപ്ഷൻ ഡി ഹൃദയം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, കരൾ. അടുത്തത് മൂന്നാമത്തെ ചോദ്യമാണ്. ഏത് മൂലകത്തിന്റെ കുറവ് പരിഹരിക്കുന്നതിനാണ് കർഷകർ കൃഷിഭൂമിയിൽ യൂറിയ ചേർക്കുന്നത്? ഓപ്ഷൻ എ ഹൈഡ്രജൻ, ഓപ്ഷൻ ബി ഓക്സിജൻ, ഓപ്ഷൻ സി നൈട്രജൻ, ഓപ്ഷൻ ഡി ഹീലിയം. ഉത്തരം ഓപ്ഷൻ സി ആണ്, നൈട്രജൻ. അടുത്തത് നാലാമത്തെ ചോദ്യമാണ്. മെയ്തി സമുദായത്തിന് പട്ടികവർഗ പദവി നൽകുന്നതുമായി ബന്ധപ്പെട്ട സംഘർഷം നടക്കുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മണിപ്പൂർ. അഞ്ചാമത്തെ ചോദ്യം നോക്കാം. ഹൗ മെനി സെക്കൻഡ്സ് ആർ ദെയർ ഇൻ 1 hour? ഒരു മണിക്കൂറിൽ എത്ര സെക്കൻഡുകൾ ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം 3600 സെക്കൻഡുകളാണ് ഒരു മണിക്കൂറിലുള്ളത്. ഓക്കെ. ആറാമത്തെ ചോദ്യം നോക്കാം. പ്രധാനമന്ത്രി രാഷ്ട്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് പോലെ ചുവടെ നൽകിയിരിക്കുന്നവരിൽ ആരാണ് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? പ്രധാനമന്ത്രി രാഷ്ട്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് പോലെ ചുവടെ നൽകിയിരിക്കുന്നവരിൽ ആരാണ് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, മുഖ്യമന്ത്രി. അടുത്തത് ഏഴാമത്തെ ചോദ്യമാണ്. റൈറ്റ് ദ നെക്സ്റ്റ് നമ്പർ ഓഫ് ദ ഫോളോയിങ് സീക്വൻസ്. 1, 1, 2, 3, 5, 8, 13 എന്നതാണ് സീക്വൻസ്. ഇതിൽ അടുത്ത നമ്പർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്, 21. ഇതിനെ ഫിബനോച്ചി സീരീസ് എന്നാണ് പറയുന്നത്. ആദ്യത്തെ 2 അക്കങ്ങൾ കൂട്ടുന്നതായിരിക്കും അടുത്ത സംഖ്യ. അതാണ് ഇതിന്റെ പ്രത്യേകത. അടുത്ത ചോദ്യം നോക്കാം. എട്ടാമത്തെ ചോദ്യമാണ്. ആഹാരത്തിൽ അടങ്ങിയിരിക്കുന്ന ഊർജം നിർണ്ണയിക്കുന്ന യൂണിറ്റ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കലോറി. ഒമ്പതാമത്തെ ചോദ്യമാണ് അടുത്തത്. നാന്ദി കുറിക്കുക എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ഓപ്ഷൻ എ നന്ദി പറയുക, ഓപ്ഷൻ ബി മറുപടി പറയുക, ഓപ്ഷൻ സി തുടക്കം കുറിക്കുക, ഓപ്ഷൻ ഡി അവസാനിപ്പിക്കുക. ഉത്തരം തുടക്കം കുറിക്കുക. ഓപ്ഷൻ സി ആണ് ഉത്തരം, തുടക്കം കുറിക്കുക. അടുത്തത് പത്താമത്തെ ചോദ്യമാണ്. എനിക്കൊരു സ്വപ്നമുണ്ട്, ഐ ഹാവ് എ ഡ്രീം എന്ന് തുടങ്ങുന്ന പ്രശസ്തമായ പ്രസംഗം ആരുടേതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, മാർട്ടിൻ ലൂതർ കിങ്. അടുത്ത ചോദ്യം നോക്കാം. 10 ക്യൂബ് പ്ലസ് 11 ക്യൂബ് എന്നാൽ എത്രയാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, 2331. 2331 ആണ് 10 ക്യൂബ് പ്ലസ് 11 ക്യൂബ്. അടുത്തത് 12ാമത്തെ ചോദ്യമാണ്. പ്ലാസ്റ്റിക് മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുന്ന ശരിയായ രീതി ഏതാണ്? പ്ലാസ്റ്റിക് മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുന്ന ശരിയായ രീതി ഏതാണെന്നാണ് 12ാമത്തെ ചോദ്യം. ഓപ്ഷൻ എ കത്തിക്കുക, ഓപ്ഷൻ ബി വലിച്ചെറിയുക, ഓപ്ഷൻ സി കുഴിച്ചു മൂടുക, ഓപ്ഷൻ ഡി പുനരുപയോഗിക്കുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, പുനരുപയോഗിക്കുക. അടുത്തത് 13ാമത്തെ ചോദ്യമാണ്. ഐ വാണ്ടഡ് ടു ഗോ ടു ദ പാർക്ക് ഡാഷ് മൈ മദർ റെഫ്യൂസ്ഡ്. അതിൽ ബ്ലാങ്ക് ആയിട്ടുള്ള ഭാഗത്ത് ഏതാണ് വരേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്, ബട്ട്. ഐ വാണ്ടഡ് ടു ഗോ ടു ദ പാർക്ക് ബട്ട് മൈ മദർ റെഫ്യൂസ്ഡ് എന്നാണ് വരേണ്ടത്. അടുത്തത് 14ാമത്തെ ചോദ്യമാണ്. അനൂപിന് ഹരീഷിനേക്കാൾ 13 വയസ്സ് കൂടുതലാണ്. അനൂപിനും ഹരീഷിനും കൂടി ആകെ 59 വയസ്സുണ്ടെങ്കിൽ അനൂപിന്റെ വയസ്സ് എത്ര? ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം 36 ആണ്. ആ ഉത്തരം ഇതിൽ ഇല്ലാത്തത് കൊണ്ട് ഈ ചോദ്യം ക്യാൻസൽ ചെയ്തിരുന്നു. അതുകൊണ്ട് അടുത്ത ചോദ്യം നോക്കാം. 15ാമത്തെ ചോദ്യമാണ്. ഏതു കൃതിയിലെ കഥാപാത്രമാണ് ഭ്രാന്തൻ വേലായുധൻ? ഓപ്ഷൻ എ ഇന്ദുലേഖ, ഓപ്ഷൻ ബി ഇരുട്ടിന്റെ ആത്മാവ്, ഓപ്ഷൻ സി ഓടയിൽ നിന്ന്, ഓപ്ഷൻ ഇതിഹാസം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഇരുട്ടിന്റെ ആത്മാവ്. അടുത്തത് 16ാമത്തെ ചോദ്യമാണ്. നമ്മുടെ രാജ്യത്തിൽ റിപ്പബ്ലിക് ദിന പരേഡിൽ സല്യൂട്ട് സ്വീകരിക്കുന്നത് ആരാണ്? ഓപ്ഷൻ എ ഉപരാഷ്ട്രപതി, ഓപ്ഷൻ ബി കേന്ദ്ര ആഭ്യന്തരമന്ത്രി, ഓപ്ഷൻ സി രാഷ്ട്രപതി, ഓപ്ഷൻ ഡി പ്രധാനമന്ത്രി. ഉത്തരം ഓപ്ഷൻ സി ആണ്, രാഷ്ട്രപതി.
അടുത്തത് 17ാമത്തെ ചോദ്യമാണ്. CMDRF ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ എ ആണ് ദുരിതാശ്വാസം. CMDRF എന്നാൽ ചീഫ് മിനിസ്റ്റേഴ്സ് ഡിസ്ട്രസ് റിലീഫ് ഫണ്ട് എന്നാണ്. അടുത്തത് 18ാമത്തെ ചോദ്യമാണ്. സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹം ഏതാണ്? ഓപ്ഷൻ എ ബുധൻ, ഓപ്ഷൻ ബി ശുക്രൻ, ഓപ്ഷൻ സി യുറാനസ്, ഓപ്ഷൻ ഡി ശനി. ഉത്തരം ഓപ്ഷൻ എ ആണ് ബുധൻ. അടുത്തത് 19ാമത്തെ ചോദ്യമാണ്. ഗോൾഡൻ ഗ്ലോബ് റേസ് പായ്വഞ്ചിയോട്ട മത്സരത്തിൽ പങ്കെടുത്ത മലയാളി നാവികൻ ആരാണ്? ഓപ്ഷൻ എ സാജൻ പ്രകാശ്, ഓപ്ഷൻ ബി അഭിലാഷ് ടോമി, ഓപ്ഷൻ സി സന്തോഷ് ജോർജ് കുളങ്ങര, ഓപ്ഷൻ ഡി IM വിജയൻ. ഉത്തരം ഓപ്ഷൻ ബി ആണ് അഭിലാഷ് ടോമി. 20ാമത്തെ ചോദ്യമാണ് അടുത്തത്. ഭൂകമ്പത്തിന്റെ തീവ്രത അളക്കുന്ന ഉപകരണത്തെ എന്താണ് വിളിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് സീസ്മോഗ്രാഫ്. 21ാമത്തെ ചോദ്യം നോക്കാം. ലോകരാജ്യങ്ങളിൽ സംരക്ഷിക്കപ്പെടേണ്ട സ്മാരകങ്ങളെയും പരിസ്ഥിതി പ്രാധാന്യമുള്ള പ്രദേശങ്ങളെയും ഉൾപ്പെടുത്തി യുനെസ്കോ തയ്യാറാക്കുന്ന പട്ടികയുടെ പേരെന്താണ്? ഓപ്ഷൻ എ ബ്ലൂ ബുക്ക്, ഓപ്ഷൻ ബി റെഡ് ഡാറ്റ ബുക്ക്, ഓപ്ഷൻ സി ലോക പൈതൃക പട്ടിക, ഓപ്ഷൻ ഡി ഓറഞ്ച് ബുക്ക്. ഉത്തരം ഓപ്ഷൻ സി ആണ് ലോക പൈതൃക പട്ടിക. അടുത്തത് 22ാമത്തെ ചോദ്യമാണ്. സോൾവ് ദ ഫോളോയിങ് ഇക്വേഷൻ. 2 × x + 5 = 14. അപ്പോൾ x എത്രയെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 2 × 2 + 5 ആണ് 14. അപ്പോൾ 2 ആണ് ഉത്തരം, ഓപ്ഷൻ സി. അടുത്തത് 23ാമത്തെ ചോദ്യമാണ്. വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ABS എന്നതിന്റെ ഫുൾ ഫോം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം. ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം എന്നതാണ് ABSന്റെ ഫുൾ ഫോം. അടുത്തത് 24ാമത്തെ ചോദ്യമാണ്. ഡ്രീം എന്ന പദത്തെ ESFBN എന്നെഴുതാമെങ്കിൽ ഡ്രൈവർ എന്നതിനെ എങ്ങനെ എഴുതാം? അപ്പോൾ നമ്മൾ ഡ്രീം എന്ന പദവുമായിട്ട് ESFBN ഉള്ള ബന്ധം എന്താണെന്ന് നോക്കണം. ഡ്രീമിലെ ഓരോ ലെറ്റേഴ്സിന്റെയും അടുത്തടുത്ത ലെറ്റേഴ്സ് ആണ് ESFBNൽ വന്നിട്ടുള്ളത്. അങ്ങനെ ഡ്രൈവറുമായിട്ടുള്ള ബന്ധം ഇതിൽ ഏത് ഓപ്ഷൻ ആണെന്ന് നോക്കിയാൽ മതി. ഓക്കെ, അപ്പം ഓപ്ഷൻ ബി ആണ് ഉത്തരം. ESJWFS അതാണ് ഉത്തരം. 25ാമത്തെ ചോദ്യം. SPCയുടെ ആദ്യ സംസ്ഥാന നോഡൽ ഓഫീസർ ആരായിരുന്നു? SPCയുടെ ആദ്യ സംസ്ഥാന നോഡൽ ഓഫീസർ ആരായിരുന്നു? ഓപ്ഷൻ സി ആണ് ഉത്തരം, P വിജയൻ IPS. അടുത്തത് 26ാമത്തെ ചോദ്യമാണ്. ഏറ്റവും വലിയ നാലക്ക സംഖ്യയും ഏറ്റവും ചെറിയ നാലക്ക സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എത്ര? ഏറ്റവും വലിയ നാലക്ക സംഖ്യ എന്നത് 9999 ആണ്. ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ 1000 ആണ്. അപ്പൊ അത് തമ്മിൽ കുറച്ചാൽ മതി. ഉത്തരം ഓപ്ഷൻ എ ആണ് 8999. അടുത്തത് 27ാമത്തെ ചോദ്യമാണ്. വിച്ച് ഈസ് നോൺ ആസ് കിങ് ഓഫ് കെമിക്കൽസ്? കിങ് ഓഫ് കെമിക്കൽസ് എന്നറിയപ്പെടുന്നത് ഏത് കെമിക്കൽ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. H2SO4, അതായത് സൾഫ്യൂരിക് ആസിഡ് ആണ്. ഓക്കെ, ഓപ്ഷൻ സി. അടുത്തത് 28ാം ചോദ്യമാണ്. ചുവപ്പ് പച്ച നിറങ്ങൾ ചേർന്നാൽ ലഭിക്കുന്ന നിറം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് മഞ്ഞ. 29ാമത്തെ ചോദ്യം. ഡോൾഫിൻ കിക്ക് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ് ഡോൾഫിൻ കിക്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി സ്വിമ്മിംഗ്. 30ാമത്തെ ചോദ്യം. പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഓപ്ഷൻ ബി വയനാട്. വയനാട് ജില്ലയിലാണ് പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്നത്. 31ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഡാഷ് യു സ്പീക്ക് എനി ഫോറിൻ ലാംഗ്വേജസ്? അതിൽ ആ ബ്ലാങ്ക് ആയിട്ടുള്ള ഭാഗത്ത് ഏത് വാക്കാണ് വരേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ക്യാൻ. ക്യാൻ യു സ്പീക്ക് എനി ഫോറിൻ ലാംഗ്വേജസ് എന്നാണ് വരേണ്ടത്. 32ാമത്തെ ചോദ്യം നോക്കാം. ഹൂ ഡിസ്കവേർഡ് ന്യൂക്ലിയസ്? ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി റോബർട്ട് ബ്രൗൺ. അടുത്തത് 33ാമത്തെ ചോദ്യമാണ്. സ്കൂൾ വാഹനത്തിൽ സീറ്റിന്റെ എത്ര ശതമാനം നിന്ന് യാത്ര ചെയ്യാൻ അനുവാദമുണ്ട്? സ്കൂൾ വാഹനത്തിൽ സീറ്റിന്റെ എത്ര ശതമാനം നിന്ന് യാത്ര ചെയ്യാൻ അനുവാദമുണ്ട്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, നിന്ന് യാത്ര ചെയ്യാൻ അനുവാദമില്ല. സ്കൂൾ വാഹനത്തിൽ നിന്ന് യാത്ര ചെയ്യാൻ അനുവാദമില്ല. ഓക്കെ, അടുത്തത് 34ാമത്തെ ചോദ്യമാണ്. ഇമെയിൽ എന്നതിലെ ഇ എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഇലക്ട്രോണിക്. ഇമെയിൽ എന്നതിലെ ഇ ഇലക്ട്രോണിക്കിനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, 36ാമത്തെ ചോദ്യം. ഇഫ് എ ട്രെയിൻ ഈസ് ലൈക്ക് എ ട്രാക്ക്
then a car is like a dash. ഇതാണ് ചോദിച്ചിരിക്കുന്നത്. If a train is like a track, then a car is like എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ടയർ, ഓപ്ഷൻ ബി റോഡ്, ഓപ്ഷൻ സി എൻജിൻ, ഓപ്ഷൻ ഡി ഡ്രൈവർ. ഉത്തരം ഓപ്ഷൻ ബി ആണ് റോഡ്. അടുത്തത് 37ാമത്തെ ചോദ്യമാണ്. If 6 minus 6 is equal to 35 and 7 minus 7 is equal to 48, then find the value of 10 minus 10. 6 minus 6 എങ്ങനെ 35 കിട്ടിയെന്ന് വെച്ചാൽ ഒരു 6ന്റെ കൂടെ 1 കുറയ്ക്കുകയും ഒരു 6ന്റെ കൂടെ 1 കൂട്ടുകയും ചെയ്യുന്ന സംഖ്യകളെ ഗുണിച്ചാലാണ് 35 കിട്ടുന്നത്. അതായത് 5 into 7 ആണ് 35. അതുപോലെയാണ് 7 minus 7ന്റെ കേസിലും 8 into 6 ആണ് 48. ഓക്കെ, അപ്പോൾ 10 minus 10 എന്ന് പറഞ്ഞാൽ 11 into 9 ആണ്. അപ്പം ഓപ്ഷൻ എ 99 ആണ് ഉത്തരം. 38ാമത്തെ ചോദ്യം നോക്കാം. നെഫ്രോൺ ഏത് ശരീരഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി ആണ് ഉത്തരം വൃക്ക. വൃക്കയുമായി ബന്ധപ്പെട്ടതാണ് നെഫ്രോൺ. അടുത്തത് 39ാമത്തെ ചോദ്യമാണ്. ഹൗ മെനി ഫോർസ് ആർ ദർ പ്രിസീഡഡ് ബൈ 7 ബട്ട് നോട്ട് ഫോളോഡ് ബൈ? മുമ്പിൽ 7 വരുന്നതും പുറകിൽ 3 വരാത്തതുമായ എത്ര നാലുകൾ ഇവിടെ ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം 4 ആണ്. 4 നാലുകളാണ് മുമ്പിൽ 7 വരുന്നതും പുറകിൽ 3 വരാത്തതുമായി ഉള്ളത്. ഓക്കെ, അപ്പം ഏതൊക്കെയാണെന്ന് ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 40ാമത്തെ ചോദ്യം. നമ്മുടെ സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ്? നമ്മുടെ സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് ശ്രീ വി ശിവൻകുട്ടി. അടുത്തത് 41ാമത്തെ ചോദ്യമാണ്. Find missing alphabet in the given sequence. A, Z, Y, B, C, dash, W, D എന്നതാണ് സീക്വൻസ്. ഇതിൽ ബ്ലാങ്ക് ആയിട്ടുള്ള ഭാഗത്ത് ഏത് ലെറ്റർ ആണ് വരേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇതിലെ 2 ലെറ്ററുകളെ വെച്ച് നമുക്കൊരു ഗ്രൂപ്പ് ആയിട്ടിരിക്കാം. ആദ്യത്തെ ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ എയും ഇസഡ് ആണ്. എ ആദ്യത്തെ ലെറ്ററും ഇസഡ് അതേ ബന്ധം തന്നെയാണ് വൈക്കും ബിക്കും ഉള്ളത്. വൈ അവസാനത്ത് നിന്ന് രണ്ടാമത്തെ ലെറ്ററും ബി ആദ്യത്ത് നിന്ന് രണ്ടാമത്തെ ലെറ്ററുമാണ്. അതുപോലെ സി ആദ്യത്ത് നിന്ന് മൂന്നാമത്തെ ലെറ്റർ. അപ്പം അവിടെ ബ്ലാങ്ക് ആയിട്ടുള്ള ഭാഗത്ത് അവസാനത്ത് നിന്ന് മൂന്നാമത്തെ ലെറ്റർ ആണ് വരേണ്ടത്, അതായത് എക്സ്. അടുത്തത് 42ാമത്തെ ചോദ്യമാണ്. ലെറ്റസ് പ്ലേ ചെസ്. അതിൽ ബ്ലാങ്ക് ആയിട്ടുള്ള ഭാഗത്ത് എന്താണ് വരേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, നോ ആർട്ടിക്കിൾ. അതായത് ലെറ്റസ് പ്ലേ ചെസ് എന്ന് തന്നെയാണ് പറയുന്നത്. അവിടെ എയും ആനും ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. 43ാമത്തെ ചോദ്യം. രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന ജീവകം ഏതാണ്? ഓപ്ഷൻ എ ആണ് ജീവകം കെ. രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന ജീവകം കെ ആണ്. 44ാമത്തെ ചോദ്യം. ഡു നോട്ട് കീപ് ഡാഷ് ഇൻ ദ വെഹിക്കിൾ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഡു നോട്ട് കീപ് ഫ്ലേമബിൾ സബ്സ്റ്റൻസ് ഇൻ ദ വെഹിക്കിൾ. അതായത് വാഹനത്തിൽ ഫ്ലേമബിൾ സബ്സ്റ്റൻസ് സൂക്ഷിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് 45ാമത്തെ ചോദ്യമാണ്. ഡാഷ് ഹി ആസ്ക് us something even we won't respond. ഇതിൽ ബ്ലാങ്ക് ആയിട്ടുള്ള ഭാഗത്ത് എന്താണ് ചേർക്കേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, അൺലെസ് ഹി ആസ്ക് us something even we won't respond. അടുത്തത് ഈ ചോദ്യ പേപ്പറിന്റെ 2ാമത്തെ പാർട്ടാണ്. ഇതിൽ ഓരോ ചോദ്യങ്ങൾക്കും 2 മാർക്ക് വീതം വെച്ചാണ് ഉള്ളത്. 5 ചോദ്യങ്ങളാണ് ഉള്ളത്. അപ്പം ആദ്യത്തെ 3 ചോദ്യങ്ങൾ ഒരു ഗ്രൂപ്പായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പൂർണ്ണരൂപം എഴുതുക. ആദ്യത്തേത് റാം എന്നതാണ്. റാം എന്നതിന്റെ പൂർണ്ണരൂപം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റാൻഡം ആക്സസ് മെമ്മറി. റാൻഡം ആക്സസ് മെമ്മറി എന്നതാണ് റാമിന്റെ ഫുൾ ഫോം. അടുത്തത് 47ാമത്തേത് പാനിന്റെ ഫുൾ ഫോം എഴുതാനാണ്. പെർമനന്റ് അക്കൗണ്ട് നമ്പർ. പെർമനന്റ് അക്കൗണ്ട് നമ്പർ എന്നാണ് പാനിന്റെ ഫുൾ ഫോം. NIA ഫുൾ ഫോം ആണ് 48ാമത്തെ ചോദ്യം. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എന്നതാണ് NIAയുടെ. അടുത്തത് റീഅറേഞ്ച് ദ ഗിവൺ ലെറ്റേഴ്സ് ആൻഡ് മേക്ക് എ മീനിങ് ഫുൾ വേർഡ് എന്നതാണ്. 49ാമത്തെ നോക്കാം. ക്വസ്റ്റ്യൻസ് എന്ന വാക്കിലെ ലെറ്ററുകളെയാണ് ഷഫിൾ ചെയ്ത് കൊടുത്തിരുന്നത്. 50ാമത്തെ ചോദ്യം ആക്യുറസി. ഓക്കെ, ഈ ഷഫിൾ ചെയ്ത് കൊടുത്തിരുന്ന ലെറ്ററുകളിൽ നിന്ന് നമുക്ക് ആക്യുറസി എന്ന വാക്ക് റീഅറേഞ്ച് ചെയ്ത് എഴുതാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന, അതായത് 2023 നടന്ന
SPCയുടെ എൻട്രൻസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ. ഇതിനൊരു മോഡലായി എടുത്തുകൊണ്ട് GKയും കറണ്ട് അഫയേഴ്സും ഫുൾ ഫോംസും എല്ലാം പഠിക്കാവുന്നതാണ്. ഇതിൽ നല്ലൊരു വീഡിയോയുമായി പിന്നീട് കാണുന്നവരെ ഇറ്റ്സ് മീ സാഗർ. ബൈ ബൈ.